കഥാകാരനായ നോവലിസ്റ്റായ എഴുത്തുകാരനായ ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ചേരുകയാണ്. MS ബനേഷാണ് സംസാരിക്കുന്നത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, ഇന്നത്തെ ഈ പ്രഭാതത്തിലേക്ക് കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? മരണവാർത്ത രാത്രി തന്നെ അറിഞ്ഞിരുന്നു. സത്യത്തിൽ നമ്മളത് ഒരു നിലക്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ. ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയുമായിട്ടാണ്. അപ്പോ സത്യത്തില് MT യുടെ മരണം സൃഷ്ടിച്ച ഒരു വലിയ ശൂന്യതയുണ്ട്. അത് MT സൃഷ്ടിച്ച ഒരു വലിയൊരു ഭാവുകത്വവും സാഹിത്യപരമായ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകളും ഒരു വ്യക്തി എന്ന നിലക്ക് ഉള്ള മഹനീയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും എന്ന നിലക്കൊക്കെ ഉള്ള നമ്മുടെയൊക്കെ ഒരു ബഹുമാനമാണ്. MT ഒരു എഴുത്തുകാരൻ മാത്രമല്ല, നമ്മളൊരു കാലഘട്ടത്തില് വലിയ എഴുത്തുകാര് സൃഷ്ടിച്ച ഒരു പത്രാധിപർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നമുക്കൊക്കെ അറിയാം. സിനിമയിൽ, അതുപോലെ തന്നെ സാഹിത്യ സംഘാടനങ്ങളിൽ ഇങ്ങനെ നിരവധിയായി നിൽക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരാളാണ്. വാക്കിന്റെ മുഴക്കം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എഴുത്തുകാരന്റെ വലിയ ശക്തിയാണെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ കൂടിയാണ് MT വാസുദേവൻ നായർ. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഒരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത്, ആദ്യകാല കഥകളൊക്കെ എഴുതിയിരുന്ന സമയത്ത്, ഒരു പക്ഷേ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അടക്കമുള്ളവയിലേക്ക് അയച്ചു കൊടുക്കുന്ന വേളയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ MT വാസുദേവൻ നായരുമായിട്ട് ഉള്ള ഒരു ബന്ധങ്ങൾക്ക് ഇടയാക്കിയിരുന്നോ? അതിനു മുമ്പേ തന്നെ എനിക്ക് ബന്ധമുണ്ടായിരുന്നു. മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് പഴയ കാലത്ത് വർഷം തോറും സാഹിത്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ക്യാമ്പായിരുന്നു അത്. ഒരു ക്യാമ്പ് 3 ദിവസം ആണ് ആ ക്യാമ്പ് ഉണ്ടാവുക. അതിൽ ഡയറക്ടറായിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയ ആ ക്യാമ്പിൽ MT വാസുദേവൻ നായരായിരുന്നു ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് സംഘടിപ്പിച്ചത് വലിയ പഠിക്കേണ്ട വളരെ മാതൃകാപരമായ തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് ആ ക്യാമ്പിനുണ്ടായിരുന്നു. കിട്ടാവുന്ന ഏറ്റവും മികച്ച ആളുകളുടെ ഒരു സാന്നിധ്യം അതിനകത്തുണ്ടായിരുന്നു. പുതുതായി എഴുത്തിലേക്കൊക്കെ വരുന്ന ആളെ സംബന്ധിച്ചോളം ഉള്ള വാക്കിന്റെ അനേകം വരികളിലൂടെയാണ് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയത്. എന്നെ പോലുള്ള ആളുകൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം എഴുത്ത് മാത്രമല്ല, ഇപ്പൊ കഥയെക്കുറിച്ച് തന്നെ കഥയുടെ പണിപ്പുര പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പുതുതായി എഴുതുന്നവരുടെ ഒരുപാട് ആശങ്കകൾ ദൂരീകരിക്കാനും അവർക്ക് മനോബലം നൽകാനും ആത്മവിശ്വാസം നൽകാനൊക്കെ പുസ്തകങ്ങൾ സാഹിത്യത്തെ അതിന്റെ സർഗാത്മകമായ സമതലങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ അനുയായികളിലേക്ക് അദ്ദേഹം കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഒരു ഗുരു സമാനനായ എഴുത്തുകാരൻ കൂടിയാണ്. കേവലം എഴുത്തുകാരൻ മാത്രമല്ല, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മുഴുനീള എഴുത്തുകാരനായി ജീവിക്കുകയും ഒരു എഴുത്തുകാരന്റെ അന്തസ്സിനെ ലോകത്തെ പഠിപ്പിക്കുകയും എന്താണ് എഴുത്തുകാരന്റെ അന്തസ്സ്, എഴുത്തുകാരൻ എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും അത് ധ്വനി സാന്ദ്രമായ നിലയിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ എഴുത്തുകാരനാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയ ചാപ്റ്ററാണ് ശില്പം. മലയാള സാഹിത്യത്തിന്റെ ഒരു ചാപ്റ്ററാണ്. പിന്നെ അതിന്റെ ഒരു പ്രാതിനിധ്യമാണ് അടഞ്ഞു പോയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരേ സമയം സാഹിത്യത്തെ അതിഗൗരവത്തോടുകൂടി സമീപിക്കുമ്പോൾ തന്നെയും ജനകീയമായിട്ട് ആ സാഹിത്യത്തിന് വലിയ ഇടങ്ങൾ ഉണ്ടാവാൻ കഴിയുന്ന രീതിയിൽ എല്ലാ മേഖലകളിലേക്കും അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ഒരു എഴുത്തുകാരനെ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ പ്രായോഗികമായ മാതൃകയായിരുന്നുവോ MT വാസുദേവൻ നായർ? ഒരു വലിയ അർത്ഥത്തിൽ നമുക്കങ്ങനെ പറയാം. MT എല്ലായ്പ്പോഴും തന്നെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളായില്ല.
അദ്ദേഹം വളരെ എനിക്ക് തോന്നുന്നത് ഇപ്പം മുത്തങ്ങ സമരമുള്ള ഒരു വിഷയത്തിൽ അതുപോലുള്ള ഒരു 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 3-4 സാമൂഹിക വിഷയങ്ങളാണ് ഇടപെട്ട് കാണുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ വളരെ എന്താണ് പറയാം നേരെ ചൊവ്വയായിട്ടുള്ള നേരെ ചൊവ്വ എന്നല്ല വാക്ക് നിലയിൽ പിന്നെ രാഷ്ട്രീയത ഇടപെട്ട ഒരാളല്ല, അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെട്ട ഒരാളല്ല. പക്ഷേ പിന്നെ മറ്റൊരു രീതിയിൽ സാധ്യമാക്കിയിട്ടുണ്ട്. അത് എഴുത്തുകാരന്റെ വാക്കിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴക്കങ്ങൾ ഇപ്പം അദ്ദേഹത്തിന്റെ സേതു എന്ന് പറഞ്ഞ കഥാപാത്രം പറയുമ്പോൾ ആ കഥാപാത്രം കേവലം ഒരു നാലുകെട്ടിന്റെ അകത്ത് വരുന്ന പിന്നെ ഒരു കഥാപാത്രം. അതിന് സാമൂഹ്യ അന്തരീക്ഷം വളരെ പരോക്ഷമായ നിലയിൽ വരുന്നുണ്ട്. ആത്മസംഘർഷങ്ങൾ അന്നത്തെ ചെറുപ്പത്തിന്റെ വലിയ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണല്ലോ അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അങ്ങനെയൊക്കെ ചേർന്നുള്ള പിന്നെ സാമൂഹ്യ സൃഷ്ടി ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് സമ്പ്രദായം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വളരെ പ്രത്യക്ഷ രാഷ്ട്രീയത്തിലല്ല അദ്ദേഹം ഉണ്ടായിരുന്നത്. പരോക്ഷമായി അതിന്റെ സാംസ്കാരികതയും മാനവിക ബോധത്തെയും അല്ലെങ്കിൽ ആ മനുഷ്യന് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചും ഒക്കെ വ്യക്തിഗതമായ രീതിയിൽ വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് സമൂഹമല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വ്യക്തി കേന്ദ്രീകൃതമായ അന്തസംഘർഷങ്ങളുടെ ഒരു പ്രാതിനിധ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ആ അർത്ഥത്തിൽ അതിനകത്ത് ഒരു പറയാൻ കഴിയും.